സി ഗായ്സ്, ഞാനിവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാം കണ്ട് നടന്നു പോകാനുള്ള തീരുമാനത്തിൽ ഞാനങ്ങ് നടന്നു വരികയാണേ. ഓക്കെ, ശിവൻ്റെ ഒച്ച കേട്ടോ. വാ, എന്ത് ഭംഗിയാണ് കാണാൻ. ഡെറാഡൂണിലെ മെയിൻ ഹൈവേന്ന് കുറച്ച് അകത്തേക്ക് കയറി വരണം. ഒരുപാട് കണ്ടില്ലേ, ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ കണ്ട പാർക്ക് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. എന്താ വണ്ടി പോയി. എനിക്ക് പ്രകൃതിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് എനിക്ക് ഈ ഒച്ചയെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നടക്കണം. ഇതാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. 5 മണി 5:20 എൻട്രി കിട്ടില്ല എന്ന് ഫസ്റ്റ് വിചാരിച്ചു. പക്ഷേ അവർ എൻട്രി തന്നു. ഇവിടെ ഒരു 7-7:30 വരെയൊക്കെ നമ്മുടെ ഡേ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈവനിങ് വാക്കിംഗ് ആണ്. ഫോറസ്റ്റ് നടുക്കൂടാണ്. ഈ റോഡൊക്കെ ഫോറസ്റ്റ് നടുക്കൂടാണ് കേട്ടോ. ഈ റോഡൊക്കെ ഇങ്ങനെ പോകണം. എന്തൊരു ക്ലിയർ എയർ ആണെന്നറിയാമോ അവിടെ. പിന്നെ നല്ല കൂളിംഗ് ആണ്. മനസ്സിനെ റീഫ്രഷ് ആക്കാനൊക്കെ നമുക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യണം. അതും ഒരു റിജുവനേഷൻ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിനെയും ശരീരത്തെയും ഹെൽത്തി ആക്കി വെക്കുക എന്നാണ് നമ്മുടെ യാത്രകൾ കൊണ്ടുള്ള ഉദ്ദേശം. താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാംബരത്തിൻ ഏകയാ എനിക്ക് പണ്ട് ഇഷ്ടമുള്ളൊരു പാട്ടാട്ടോ. നമ്മുടെ ഉള്ളടക്കത്തിലെ പാട്ടില്ലേ, ഇത് നമ്മുടെ ചാമ്പ്യൻ അവിടെ നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങി വെയിറ്റ് ചെയ്യണം. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ. അയ്യോ, ശിവരിൽ ഒച്ച കൊണ്ട് കേട്ടിട്ടേ. ഈ സിറ്റിയിലിങ്ങനെ നമ്മൾ ഒരു വർഷമായിട്ട് അവിടെ ആയിരുന്നേ. കൂടെ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ വിയാൻ കുഞ്ഞുണ്ട്. ഓക്കെ. വിയാൻ ഓൾസോ joined with me in this trekking. നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ യാത്രകളും അല്ലേ, ഒരുപാട് ഇഷ്ടമാണ്. കണ്ടോ, ഒരു വലിയൊരു മരം ഞാൻ കണ്ടേ. എന്തൊരു വലിപ്പം എന്നറിയാം മരത്തിന്. ഇത്രയും വലുപ്പവും ആകാശം വരെ മുട്ടുന്ന അത്രയും ഹൈറ്റും. അയ്യോ, ഇതുപോലെ ആരെ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അവിടെയൊക്കെ കാണുന്നില്ല, സെയിം മരങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെ വലുപ്പം നോക്കിയിട്ടേ ഞാൻ എത്ര ഹൈറ്റിലൊന്നും ആലോചിക്കുന്ന. വണ്ടികളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രൈവറ്റ് വെഹിക്കിളിലൊക്കെ വരും.